ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് പെൻഡിങ്ങിൽ വെച്ച ഒരു കേസിന് ഒത്തുതീർപ്പായി. ജിസേൽ അനുമോൾ തമ്മിലുള്ള ഇഷ്യൂ ഫിസിക്കൽ അസൾട്ട് ഇഷ്യൂ ആണ്. അത് ഫിസിക്കൽ അസൾട്ടാണെന്ന് ജിസേലിനെ ഫിസിക്കൽ അസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞ് നെവിൻ ബിഗ് ബോസിന് പരാതി കൊടുക്കുകയും ക്യാപ്റ്റനായ അപ്പാനിയും ജിസേലും ഒക്കെ ശക്തമായ പരാതി ഉന്നയിച്ചിരുന്നു. അതിൻ്റെ തീരുമാനം ഇന്നുണ്ടാവുമെന്നാണ് ബിഗ് ബോസ് അന്ന് പറഞ്ഞത്. അന്ന് തന്നെ ഏകദേശം ഉറപ്പായിരുന്നു ഇതുപോലൊരു എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് കൊടുത്ത് അത് അങ്ങ് കോംപ്രമൈസ് ആക്കി വിടുമെന്ന്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമുള്ളൂ, അതിൽ കൂടുതലൊന്നും വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നുമില്ല. ആരെയും പുറത്താക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം അത് ഫിസിക്കൽ അസാൾട്ടിൻ്റെ ഗണത്തിലേക്ക് എനിക്കും തോന്നിയില്ല. പക്ഷേ ഇപ്പം ഈ സംഭവങ്ങൾ ഇന്ന് നടക്കുമ്പം ഞാൻ ചിന്തിച്ചത് എന്താണെന്നറിയുമോ? ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും നല്ല വൈൽഡ് കാർഡ് എന്നറിയപ്പെടുന്നത് റിയാസ് സലീമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതങ്ങനെ തന്നെയാണ് എല്ലാവരുടെ ഭാഗത്തുനിന്നും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഗെയിം ചേഞ്ചർ പട്ടമൊക്കെയാണ് റിയാസ് സലീമിന് ലാലേട്ടനെന്ന് കൊടുത്തിരുന്നത്. ഇപ്പോഴും ഗെയിം ചേഞ്ചർ എന്നാണ് റിയാസ് സലീം അറിയപ്പെടുന്നത്. ശരിക്കും അന്ന് സംഭവിച്ചത് എന്താണ്? അന്ന് ടാസ്കിനിടയിൽ നടന്ന് ഇതുപോലുള്ളൊരു ഇതിപ്പോൾ ജിസേൽ അനുമോളെ പിടിച്ച് തള്ളുന്നത് ദേഹത്തൊന്ന് തൊട്ടു എന്നുള്ള പ്രകോപനത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ, അല്ലാതെ ജിസേലിന് അവിടെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനോ ഒരു ഇറിറ്റബിൾ സിറ്റുവേഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് ടാസ്കിനിടയിൽ ഡോക്ടർ റോബിൻ ഭയങ്കരമായിട്ട് ഹിറ്റ് ശ്വസിച്ച് സഫോക്കേഷന് നിൽക്കുന്ന ഒരു ആളെയാണ് റിയാസ് കയറി പിടിക്കുന്നത്. അതും പുള്ളിയുടെ അടുത്തുനിന്ന് ആ ലോക്കറ്റ് എടുക്കാനും കൂടിയാണ് കയറി പിടിക്കുന്നത്. അപ്പം സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന രീതിയിലും റിഫ്ലക്ഷൻ എന്ന രീതിയിൽ സംഭവിച്ച ഒരു കാര്യമാണ് അത്. അന്ന് ഇങ്ങനൊരു കോംപ്രമൈസിന് സാധ്യത ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ സാധാരണ എല്ലാവരും പറയും റിയാസ് ശക്തമായി പരാതി പറഞ്ഞതുകൊണ്ടാണ്, റിയാസിന് പരാതി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഡോക്ടറെ ഔട്ടാക്കിയതെന്ന് പറയുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ പരാതി ഉണ്ടായിരുന്ന പല സംഭവങ്ങൾ 5th സീസണിൽ ഉണ്ടായിട്ടുണ്ട്. പരാതി ഉണ്ടായിട്ടും കോംപ്രമൈസ് ആക്കി വിടുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഇതിലും ജിസേലിന് പരാതി ഉണ്ടായിരുന്നു. ജിസേൽ ക്യാമറ നോക്കി പരാതി പറയുന്നുണ്ട്, കൺഫെഷൻ റൂമിൽ ചെന്ന് പരാതി പറയുന്നുണ്ട്, ഇന്ന് ലാലേട്ടൻ്റെ മുമ്പിലും പറയുന്നുണ്ട്. എന്നിട്ടോ അത് സംഭവിച്ചു. ഇങ്ങനെ സംഭവിക്കാവുള്ളൂ. ഇന്ന് ഞാൻ ജിസേലിനെ ഔട്ടാക്കണമെന്ന് പറയില്ല, അല്ലെങ്കിൽ അനുവിനെ ഔട്ടാക്കണമെന്ന് പറയില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 പേരുടെ അടുത്തും തെറ്റുണ്ട്, 2 പേർക്കും പണിഷ്മെൻറ്റ് കൊടുക്കണം. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇത് തന്നെ അല്ലായിരുന്നോ അന്ന് സീസൺ 4ലും ചെയ്യേണ്ടിയിരുന്നത്? ശരിക്കും അന്ന് എത്ര വലിയ നീതികേടാണ് ഡോക്ടർ റോബിനോട് ചെയ്തത്. ഒരു കോംപ്രമൈസ് ടോക്കിന് പോലും ബിഗ് ബോസ് ശ്രമിച്ചില്ല. ആ സ്പോട്ടിൽ അതിന് മാത്രം വലിയൊരു അസോൾട്ട് ആയിരുന്നില്ല അത്. കാരണം ഇതിനോട് അതിനെ വെച്ച് നോക്കുമ്പം ഇതാണ് കുറച്ചുകൂടി സീരിയസ്നെസ്. കാരണം അത് ടാസ്കിനിടയിൽ സംഭവിച്ചതാണ്, ഇത് അങ്ങനെയല്ല. അന്ന് ഡോക്ടർ റോബിൻ ഹിറ്റ് ശ്വസിച്ച് സഫോക്കേഷനിലായിരുന്നു, പുള്ളി ഓൾറെഡി ഇറിറ്റബിളായിരുന്നു. പക്ഷേ ഇന്ന് ജിസലിന് അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടോ അവർക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ അവർ പിടിച്ച് തള്ളി. അന്ന് ഡോക്ടർ ശരിക്കും റിയാക്ട് ചെയ്ത് പോയതാണ്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണെന്നറിയുമോ ഇപ്രാവശ്യം ജിസലിനെയോ അനുമോളെ ഔട്ടാക്കരുത് എന്ന് തന്നെ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? എനിക്കിത് പ്രൂവ് ചെയ്യണം. ഇത് പ്രേക്ഷകർക്ക് മനസ്സിലാവണം. ഡോക്ടർ റോബിനോട് ബിഗ് ബോസ് മലയാളം അല്ലെങ്കിൽ ബിഗ് ബോസ് ചെയ്ത ചതി എന്തായിരുന്നു എന്ന്. എത്ര നീതികേട്. അതായത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന വ്യക്തിക്ക് മാത്രമാണ് ഇത്രയ്ക്കും നീതികേട് അനുഭവിക്കേണ്ടി വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും റിയാസിനെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നുണ്ട്. അവിടെ ശരിക്കും ഗെയിം ചേഞ്ച് ചെയ്തത് റിയാസാണോ? റിയാസിന് ചക്ക വീണപ്പോൾ മുയൽ ചത്ത പോലെ വീണ് കിട്ടിയ ഒരു അവസരമാണത്. ആ സമയത്ത് റിയാസ് ശക്തമായി പരാതി ഉന്നയിച്ചതെന്നൊക്കെ ഉള്ളത്. ആ പരാതി ഉന്നയിക്കലാണോ ഗെയിം ചേഞ്ചിങ്? അവിടെ ഗെയിം ചേഞ്ച് ചെയ്തത് ബിഗ് ബോസ് ആണ്. ഒരു നല്ല മത്സരാർത്ഥിയെ, വിന്നിങ് മെറ്റീരിയലായിരുന്ന മത്സരാർത്ഥിയെ, ഉറപ്പായിട്ട് വിന്നർ ആവേണ്ടിയിരുന്ന വ്യക്തിയെ ആ ചെറുപ്പക്കാരൻ്റെ എല്ലാ സ്വപ്നങ്ങളും എല്ലാ പ്രതീക്ഷകളും തച്ചുടച്ചുകൊണ്ട് ഇത്രയും ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ ആഗ്രഹത്തെ നിരാകരിച്ചുകൊണ്ട് പുറത്തേക്ക് വിട്ടത്. അപ്പോൾ അവിടെ ഗെയിം ചേഞ്ച് ചെയ്തത് ബിഗ് ബോസ് ആണ്.
അപ്പം ബിഗ് ബോസിന് വേണം ആ പട്ടം കൊടുക്കാൻ. ഇനിയെങ്കിലും ഗെയിം ചേഞ്ചർ എന്നുള്ള പട്ടം റിയാസ് സലീമിൽ നിന്ന് എടുത്തു മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും പറയുന്നതാണ് ഗെയിം ചേഞ്ചർ, ബിഗ് ബോസ് സീസൺ 4 ഗെയിം ചേഞ്ചർ. എന്ത് ഗെയിമാണ് റിയാസ് അവിടെ ചെയ്തത്? അത് ശരിക്കും ചതിയിലൂടെ വെളിയിലാക്കുകയല്ലേ ചെയ്തത്. റിയാസിന് എന്താണ് അതിൽ പങ്ക്? അദ്ദേഹത്തെ കയറി പിടിച്ചതോ, അല്ലെങ്കിൽ ജാസ്മിൻ ഗാങ്ങിൻ്റെ കൂടെ ചേർന്ന് നിന്ന് ഹിറ്റടിക്കാൻ ഓർഡർ ഇട്ടതോ? അതാണോ റിയാസ് ചെയ്ത ഗെയിം ചേഞ്ച്? അതല്ല, അത് ഗെയിമിലൂടെ ഡോക്ടറെ തോൽപ്പിക്കുകയല്ല ചെയ്തത്. അവിടെ ബിബിയുടെ സഹായത്തോടെ റിയാസ് ഒരു ബിബിയുടെ ഇൻസ്ട്രുമെൻ്റായി മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കേണ്ടത് തന്നെയാണ് സംഭവിച്ചത്. ഇതായിരുന്നു അന്നും സംഭവിക്കേണ്ടിയിരുന്നത്. പക്ഷേ അതിന് പകരം അന്ന് അനീതി ചെയ്തു. ഒരുപക്ഷെ ബിബി അത് അനീതിയാണെന്ന് അവർക്ക് തന്നെ റിയലൈസേഷൻ വന്നിട്ട് പിന്നീടുള്ള സീസണുകളിൽ തിരുത്തിയതാവാം. അങ്ങനെയാണെങ്കിൽ നല്ലത്. അങ്ങനെയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ടൈമിൽ ഒരിടത്തെങ്കിലും ആ ഡോക്ടർ റോബിൻ എന്ന വ്യക്തി അവർ അംഗീകരിച്ചിരിക്കണം. അയാളോട് ചെയ്തത് നീതികേടായിരുന്നു എന്ന് ഇൻഡയറക്റ്റായിട്ടെങ്കിലും ഒന്ന് പറയണം. അല്ലെങ്കിൽ പറയണം, സീസൺ 4 ശേഷമാണ് ഞങ്ങളുടെ റൂൾ ബുക്ക് ഒന്നുകൂടെ മാറ്റി എഴുതിയത്, ഈ നിയമങ്ങളെല്ലാം കുറച്ചുകൂടെ പരിഷ്കരിച്ചത് എന്ന് പറയേണ്ടി വരും. എനിക്ക് ഇന്ന് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് ഇത്രയും ഇങ്ങനെ അതായത് ഒരു കോംപ്രമൈസ് ടോക്കിന് റിയാസ് കോംപ്രമൈസ് ആവുമോ ഇല്ലയോ എന്നുള്ളതല്ല അവിടെ വിഷയം. പക്ഷെ അങ്ങനെ ഒരു ടോക്കിന് അവർ ശ്രമിച്ചു പോലുമില്ല. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസിനോടുള്ള വിശ്വാസം, അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഡബിൾ സ്റ്റാൻഡ് എന്നൊക്കെ എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കുന്നത്. അതൊന്നും കൂടെ എനിക്ക് ഇന്ന് ഇതേ വരാവുള്ളൂ, ഈ റിസൾട്ട് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നും അറിയായിരുന്നു. കാരണം ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ ഒന്നും കൂടെ വെളിവാവുകയാണ് ഒരേ ഒരു വ്യക്തിയോട് മാത്രം കാണിച്ച നീതികേട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അദ്ദേഹം എന്താണാവോ ബിബിയോട്, ബിഗ് ബോസ് ക്രൂവിനോടൊക്കെ ചെയ്തത്? എന്തായാലും അദ്ദേഹത്തിന് നല്ലത് മാത്രമേ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. ബിഗ് ബോസിന് റിയാസിന് ചുളിവിലൊരു ഗെയിം ചേഞ്ചർ പട്ടവും കിട്ടി. പക്ഷെ അതിൻ്റെ ആ പൊള്ളത്തരം, അതിൻ്റെ യാഥാർത്ഥ്യം ഇതൊക്കെയല്ലായിരുന്നു. അതൊന്ന് പറയണമെന്ന് തോന്നി. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ആരുടെ ഫാനോ? ഇപ്പോൾ ഒരുപക്ഷെ റിയാസിൻ്റെ ഫാനോ അല്ലെങ്കിൽ ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെടാത്ത വ്യക്തികളോ ഇഷ്ടപ്പെടുന്ന വ്യക്തികളോ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അന്ന് സംഭവിച്ച ഇതല്ലേ? അത്രയും നല്ലൊരു ഗെയിമറെ, ആ വിന്നർ ആവേണ്ടിയിരുന്നൊരു വ്യക്തിയെ അങ്ങനെ നിഷ്കരണം പുറത്താക്കേണ്ടിയിരുന്ന ഒരവസ്ഥയായിരുന്നു. അതും 5 ദിവസം സീക്രട്ട് റൂമിൽ അടച്ചിട്ട്. ഇപ്പോഴെത്ര നല്ല രീതിയിലാണല്ലേ ബിഗ് ബോസ് ഈ പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്ത് വിടുന്നത്. ഇനിയിപ്പോൾ അന്നത്തെ സംഭവത്തിൽ നിന്ന് പാഠം പഠിച്ചതാവാം. എന്തായാലും ഇപ്പോഴും ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫിസിക്കൽ അസാൾട്ട് നടത്തിയ വ്യക്തി എന്നുള്ള രീതിയിലാണ് ഡോക്ടർ റോബിനെ പലരും കാണുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ ഇത്രയും സംസാരിച്ചതാണ്. എനിക്കതിന് അന്നും അനീതിയാണെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്, ഇന്നും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ്, അതിന് നല്ല വിഷമമുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തോട് യോജിക്കാം, വിയോജിക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.